വെൽക്കം ടു ദി വോയിസ് ഓഫ് ഹൈജീൻ. ഇന്നത്തെ വിഷയം മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം ഉണ്ടാകാൻ കാരണം എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, അതിന് പരിഹാരങ്ങൾ എന്താണ്? കരളിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രന്ഥിയാണല്ലോ ഗാൾ ബ്ലാഡർ, പിത്തസഞ്ചി. പിത്തസഞ്ചിയിൽ നിന്നും പിത്തരസം, മഞ്ഞ നിറമുള്ള പിത്തരസം ഊർന്നിറങ്ങി ആമാശയത്തിൽ വരേണ്ടതുണ്ട് ഭക്ഷണം ഇരിക്കുന്നിടത്തേക്ക്. അങ്ങനെ ഭക്ഷണത്തെ സുഖകരമായി ദഹിപ്പിച്ച് പോഷകം സ്വീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഈ പിത്തരസമാണ്. ബൈൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. പക്ഷേ ചില അപൂർവ സന്ദർഭങ്ങളിൽ ചില ആളുകളിൽ ഈ വരുന്ന വഴിയിൽ ബ്ലോക്ക് വരും, ഈ ട്യൂബിൽ അടവ് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഈ പിത്തരസം വയറ്റിലെത്താതിരിക്കുകയും അത് ലിവറിലൂടെ കലർന്ന് ബ്ലഡിൽ മൊത്തം വ്യാപിക്കുകയും ചെയ്യും. അതോടുകൂടി ദഹന പ്രക്രിയ തടസ്സപ്പെടുന്നു, വിശപ്പില്ലാതെയാകുന്നു, കണ്ണ് മഞ്ഞളിക്കുന്നു, കൈപ്പത്തിയിൽ മഞ്ഞളിപ്പ് വരുന്നു, മൂത്രം വല്ലാതെ മഞ്ഞളിക്കുന്നു. അപ്പോൾ അയാൾക്ക് ക്ഷീണവും തളർച്ചയും എല്ലാം അനുഭവപ്പെടും. ഇതിനെന്താണ് പരിഹാരം? പരിഹാരം ശരീരം തന്നെ പറയുന്നുണ്ട്. വിശപ്പില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ക്ഷീണവും തളർച്ചയുമാണ്, അപ്പോൾ അയാൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. എന്നിട്ടോ പൂർണ്ണ വിശ്രമമെടുത്ത് അദ്ദേഹം പച്ചവെള്ളം അഥവാ ശുദ്ധജലം, മഴവെള്ളം, നിലം തൊടാത്ത മഴവെള്ളം, കരിക്കിൻ വെള്ളം, ഓറഞ്ച് മുസമ്പി ജ്യൂസുകൾ മധുരം ചേർക്കാതെ അല്ലെങ്കിൽ തേൻ ചേർക്കാം, ഇത്തരം ദ്രാവകങ്ങൾ മാത്രം കുടിച്ച് 2, 3, 4 ദിവസം പൂർണ്ണ വിശ്രമമെടുത്താൽ ആ രോഗത്തിന് പൂർണ്ണ ശമനം ലഭിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ വേവിച്ച ആഹാരങ്ങളും ഒഴിവാക്കി ബാത്റൂമിലേക്ക് മാത്രം പോവുക എന്ന ചലനം മാത്രമേ പാടുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുക, സംസാരങ്ങൾ കുറക്കുക, നമ്മുടെ സെൽഫോൺ ഉപയോഗം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക എന്നതൊക്കെയാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം ശമിക്കും. ഇതിന് യാതൊരു മരുന്നിൻ്റെയും ആവശ്യമില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടത്.